ഇനി നമുക്ക് ഐ ഡിസോർഡേഴ്സിൽ നോക്കാനുള്ളതാണ് ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ അതായത് ഒക്യുലാർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ചില ഡിസീസസ് കാരണം ഒക്യുലാർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻട്രാഒക്യുലാർ പ്രഷർ എന്നാൽ അക്യൂസ് ഹ്യൂമറിന്റെ പ്രഷർ കൂടുന്നതിനെയാണ്. പിന്നെ എന്താണ് നോർമൽ പ്രഷർ 10 to 20 ഹെക്ടോഗ്രാം ആണ്. അതിൻ്റെ റീസൺസ് നോക്കുകയാണെങ്കിൽ അക്യൂസ് ഹ്യൂമർ ഡ്രൈനേജ് പ്രോപ്പറായി നടക്കുന്നില്ല, അല്ലെങ്കിൽ അക്യൂസ് ഹ്യൂമറിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ്. ഇങ്ങനെ ഇൻട്രാക്കുലർ പ്രഷർ കൂടി കഴിയുമ്പോൾ അത് നമ്മുടെ ഒപ്റ്റിക് നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ വിഷൻസിനെ ബാധിക്കുന്നു. ഇനി നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോമയെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, രണ്ടാമത്തെ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ. അപ്പോൾ ആദ്യത്തെ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ നോക്കുകയാണെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ടു അക്യൂസ് ഹ്യൂമർ ഔട്ട്ഫ്ലോ, അതായത് അക്യൂസ് ഹ്യൂമറിൻ്റെ ഔട്ട്ഫ്ലോയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുന്നു. അതിൽ നോട്ട് ചെയ്യേണ്ട റീസൺ ആണ് ടണൽ വിഷൻ. ടണൽ വിഷൻ എന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് സ്ലോ ആയിട്ടുള്ള ഇൻ്ററോറിയേഷൻ ആകും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പെയിൻലെസ് ആയിരിക്കും, പക്ഷെ പെയിൻ പതിയെ കുറഞ്ഞു വരും. പിന്നെ ഇനി അടുത്തതായിട്ട് ക്ലോസ് ആംഗിൾ ഗ്ലൂക്കോമ നോക്കുകയാണെങ്കിൽ results from the blocking the outflow of aqueous humor into the tubercular meeshwork. അതായത് അക്യൂസ് ഹ്യൂമർ ഔട്ട്ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി അതിലുള്ള അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലഡ് വിഷൻ, പിന്നെ ഹാലോസ് അറൗണ്ട് ലൈറ്റ് ആൻഡ് ഒക്കുലാർ എർത്തീമ, ഇതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഗ്ലൂക്കോമ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്യൂട്ട് ആയിട്ടുള്ള ആംഗിൾ ക്ലോസർ ഗ്ലൂക്കോമ എന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ട ഒരു കണ്ടീഷനാണ്. അതിൽ നമ്മൾ പേഷ്യൻസിന് പെട്ടെന്ന് നൽകുന്ന ഒരു പ്രൊസീജിയറാണ് പെരിഫറൽ എറിഡക്ടമി. പിന്നെ പ്രീപ്പറേറ്റീവ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ അക്യൂസ് ഹ്യൂമറിൻ്റെ ഡ്രൈനേജിനെ ഫെസിലിറ്റി ചെയ്യുന്ന മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് അക്യൂട്ട് ആയിട്ടുള്ള ആംഗിൾ ക്ലോസർ ഗ്ലൂക്കോമയിൽ. ഇനി ജനറൽ ആയിട്ടുള്ള ഗ്ലൂക്കോമയുടെ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സാധാരണ മെഡിസിൻസ് ആണ് കൊടുക്കാറുള്ളത്. മെഡിസിൻസ് കണ്ടിന്യൂസ് ചെയ്തിട്ടും ഇൻട്രാക്കുലർ പ്രഷർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ സർജറിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പേഷ്യൻസിനോട് ഇമ്പോർട്ടൻ്റ് ഓഫ് മെഡിക്കേഷൻസിനെ കുറിച്ച് പറയണം. മയോട്ടിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യാനാണ്. അക്യൂസ് ഹ്യൂമറിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഇൻഹിബിറ്റേഴ്സ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബീറ്റ ബ്ലോക്കേഴ്സ്. ഈ ബീറ്റ ബ്ലോക്കേഴ്സ് അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷൻ കുറയുകയും ഇൻട്രാക്കുലർ പ്രഷേഴ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്. അതുപോലെ തന്നെ ലൈഫ് ലോങ് മെഡിസിൻസ് എടുക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന് മെഡിസിൻ അലേർട്ട് ബ്രേസ്ലെറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇനി പേഷ്യൻസിനോട് ആൻറ്റി കോളറജിൻ എനർജിക് ഡ്രഗ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയണം. അതുപോലെ തന്നെ എന്തെങ്കിലും പെയിൻ അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സിനെ ഹെൽപ്പ് തേടാനായിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് വിഷൻ കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ എമർജൻസി ആയിട്ട് ഹെൽത്ത് പ്രൊവൈഡേഴ്സിൻ്റെ സഹായം തേടുക. അതുപോലെ എന്തെങ്കിലും പെയിൻ അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സിനെ നമ്മൾ ഹെൽപ്പ് തേടാനായിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ വിഷൻ കുറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഹെൽത്ത് പ്രൊവൈഡേഴ്സിൻ്റെ സഹായം തേടുക. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സിങ് ചെയ്യുക. അതുപോലെ പേഷ്യൻസിന് എൻവയോൺമെൻ്റൽ ആയിട്ടൊരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.